നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ സുപ്രധാനമായൊരു വിഷയമാണ്. ഈ ഒരു വിഷയം ശരിക്കും ശ്രദ്ധിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അടുത്ത വിഷുവിന്, ഇപ്പോൾ ഒരു വിഷു നടക്കാൻ പോകുന്നു, അടുത്തൊരു വിഷു ആകുമ്പോഴത്തേക്കും നിങ്ങൾ സാമ്പത്തികമായി മെച്ചപ്പെട്ടിരിക്കും. എന്താ അതിന് കാരണം? ഇപ്പം നമ്മൾ പണ്ടുള്ളവർ പറയും ആണ്ടറുതി. ഏതൊക്കെയാണ് ആണ്ടറുതി? ഒന്ന് വിഷു, മറ്റൊന്ന് ഓണം. ഇതാണ് നമ്മുടെ ഇടയിലുള്ള, ഹിന്ദുക്കളുടെ ഇടയിലുള്ള ആണ്ടറുതി. ഈ ആണ്ടറുതിക്ക് എന്താ പ്രത്യേകത? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഓണവും വിഷുവും ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? ചുരുങ്ങിയത് 1500 വർഷം പഴക്കമാണ്. ഓണവും വിഷുവും മലയാളികൾ ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് ചുരുങ്ങിയത് 1500 വർഷമെങ്കിലും പഴക്കമുണ്ടാവും. പക്ഷേ ഇന്ന് കാണുന്ന രീതിയിൽ ആയിരിക്കില്ല പണ്ട് കാലത്ത്. അത് നമുക്ക് ഓർക്കാൻ കഴിയില്ല. പക്ഷേ മഹാബലി എന്നൊരു കൺസെപ്റ്റ് ഉള്ള കാലം തൊട്ട് ഓണവും കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള കേരളത്തിൻ്റെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്ന് വിഷുവും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 1500 വർഷം എന്നുള്ളത് വലിയൊരു കാലയളവല്ല. ആ 1500 വർഷത്തിനുള്ളിൽ എത്ര തലമുറയിൽപ്പെട്ട ആളുകൾ നമുക്ക് പിന്നിലുണ്ട്? മരണപ്പെട്ട് മൺമറഞ്ഞു പോയവർ എത്ര പിന്നിലുണ്ട്? അപ്പോൾ അത്രയും വർഷത്തെ, അത്രയും തലമുറയുടെ പിന്മുറക്കാരാണ് നമ്മൾ അവരുടെ പിന്മുറക്കാരാണ്. ഈ പിന്മുറക്കാരായ നമ്മൾ 1500 വർഷത്തിനുള്ളിൽ കാലം ചെയ്ത പിതൃക്കളുടെ ആത്മാംശത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ പിതൃക്കളിൽ പലർക്കും മോക്ഷം കിട്ടിക്കാണില്ല. ആ പിതൃക്കളിൽ പലരും പുനർജനിക്കുന്നുണ്ടാവും. അതുവരെ അവർക്ക് ആത്മശാന്തി കിട്ടണം. ആ ആത്മശാന്തിക്ക് നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താ? ബലികർമ്മമൊക്കെ ചെയ്യും. അതുപോലെ നേർച്ച മുതലായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. ആ നേർച്ചയുടെ ഭാഗമായിട്ടുള്ള ഒത്തുചേരലാണ് ഏറ്റവും പ്രധാനം. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക്, എൻ്റെ പിതൃപരമ്പരയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ബലികർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ടി നേർച്ച മുതലായിരിക്കുന്ന കാര്യങ്ങൾ കൊടുക്കുന്നു. അവിടെ ഒരു കൂട്ടായ്മയുടെ കുറവുണ്ട്. പിതൃക്കൾ സന്തോഷിക്കുന്നത് കൂട്ടായ്മയിലാണ്. സമൃദ്ധമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. ഒരുപാട് കുടുംബങ്ങളിൽ 5, 10, 15 പേര് ഒരുമിച്ച് താമസിച്ച സമൃദ്ധമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഉള്ള സന്തോഷം ഇന്നത്തെ വിഷുവിനും ഓണത്തിനും ഇല്ല. എത്ര കാശുണ്ടായിരുന്നാലും ശരി. കാരണം എവിടേക്കോ ഇരുന്ന് ആണ് വിഷു ഓണമൊക്കെ ആഘോഷിക്കുന്നത്. കുടുംബങ്ങളായിട്ട് സമ്പർക്കമില്ല. കുടുംബങ്ങൾ ഒത്തുചേരുന്ന സമയത്ത് മാത്രമാണ് പിതൃക്കൾക്ക് സന്തോഷം ഉണ്ടാകുന്നത്. പിതൃക്കൾക്ക് സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് സമ്പത്ത് വർദ്ധിക്കുന്നത്. പിതൃക്കൾക്ക് സന്തോഷമുണ്ടാകുന്ന സമയത്ത് മാത്രമാണ് ദൈവങ്ങൾ പ്രസാദിക്കുന്നത്. ദൈവങ്ങൾ പ്രസാദിക്കുന്ന സമയത്ത് മാത്രമാണ് മനുഷ്യന് സമ്പത്ത് ഉണ്ടാകുന്നത്. ദേവതകളെന്ന് പറയും. ഓരോ മതത്തിലും ഓരോ തരത്തിലുള്ള സങ്കല്പമാണ് ദേവതയ്ക്ക്. മലക്കുകൾ, അങ്ങനെ ഓരോ സങ്കല്പങ്ങളുണ്ട്. ജിന്നുകൾ, നമ്മൾ പൊതുവെ ദേവതകളെന്ന് പറയും. അപ്പം പിതൃക്കൾ, ദേവതകൾ, ഈ പിതൃക്കളുടെയും ദേവതകളുടെയും അനുഗ്രഹ ആശിസ്സുകളാണ് നമുക്ക് സമ്പത്തിലേക്കുള്ള വഴി തുറക്കുന്നത്. ഇതാരും മറക്കണ്ട. ഒറ്റയ്ക്ക് നിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കി സ്വയം കഴിച്ചാലും, നമ്മളെ അച്ഛനമ്മ മക്കൾ മാത്രം ഒത്തുചേരുന്ന ആ ഒരു സങ്കല്പമായിരുന്നാലും അതിനൊക്കെ ശക്തി കുറവുണ്ട്. കൂട്ടുകുടുംബങ്ങൾ ഒത്തുചേരണം. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വിട്ടുകളയരുത്. കൂട്ടുകുടുംബങ്ങൾ ഒത്തുചേരുന്ന സമയത്താണ് പൂർവ്വ പരമ്പര പ്രസാദിക്കുന്നത്, പൂർവ്വ പിതൃക്കൾ പ്രസാദിക്കുന്നത്. പൂർവ്വ പിതൃക്കൾ പ്രസാദിക്കുന്ന സമയത്ത് മാത്രമാണ് കുലദേവത പ്രസാദിക്കുന്നത്. കുലദേവത പ്രസാദിക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് കർമ്മമുണ്ടാകുന്നത്. കർമ്മമുണ്ടായാൽ മാത്രമേ നമുക്ക് സമ്പത്ത് ഉണ്ടാവുകയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആ കണക്ഷൻ.
അപ്പോൾ ഈ പ്രാവശ്യത്തെ വിഷുവിന് കഴിയുന്നത്ര കുടുംബാംഗങ്ങളെ ഒത്തുചേരുകയോ കഴിയുന്നത്ര കുടുംബങ്ങളിൽ ചെന്നു ചേരുകയോ വിരുന്ന് ആയിട്ട് പോകുകയോ വിരുന്നുകാരെ വിളിക്കുകയോ ഒക്കെ ചെയ്ത് എത്രത്തോളം ആളുകൾ ഒന്നിച്ചിരുന്ന് സന്തോഷവും സങ്കല്പവും പങ്കുവെക്കുന്നോ അത്രയ്ക്ക് അങ്ങോട്ട് പിതൃക്കൾക്ക് സന്തോഷം ഉണ്ടാവും. ഈ ഒരൊറ്റ കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് ജ്യോതിഷത്തിൽ ചില സമയത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് പിതൃകോപമുണ്ട് എന്ന് പറയുന്നൊരു അടിസ്ഥാനതാണ്. അത് ആവാഹിച്ചു കൊണ്ടായിട്ടല്ല. അങ്ങനെ ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. ആവാഹിച്ച് കൊണ്ടുപോകാഞ്ഞിട്ടാണ് പിതൃക്കൾ കോപിച്ചിരിക്കുന്നത്. ഒരിക്കലുമല്ല. ഈ ആവാഹനമൊക്കെ തുടങ്ങിയിട്ട് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ടൊക്കെ ഇപ്പോൾ അധിക കാലമായിട്ടില്ലല്ലോ. അതിനു മുമ്പേ ഈ ആവാഹന കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലും ഒരു കുടുംബത്തിൽ 5, 10, 15 മക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് കുറഞ്ഞു പോയത്. ആവാഹനമൊക്കെ കൂടിയപ്പോഴാണ് കുറഞ്ഞു പോയത്. അപ്പോൾ ആവാഹനവും നമ്മളെ പിതൃക്കളുടെ അനുഗ്രഹങ്ങളായിട്ട് ഒരു ബന്ധവുമില്ല, അടിസ്ഥാനപരമായിട്ട് പറയാം. പിന്നെ അത് ചെയ്യുന്നത് ഒരു താന്ത്രിക കർമ്മമാണ്. ആ താന്ത്രിക കർമ്മത്തിൽ കൂടെ പിതൃക്കളുടെ ആത്മശുദ്ധി കൈവരും എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ പ്രസാദിച്ചോളുന്നില്ല, അവർക്ക് ആത്മശുദ്ധി കൈവരും. എന്നാൽ പ്രസാദിക്കണമെങ്കിൽ കൂട്ടുകുടുംബങ്ങൾ ഒത്തുചേരണം. ഒത്തുചേർന്നാൽ മാത്രം പോരാ, വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകണം, സന്തോഷമായിട്ട് ആഘോഷിക്കണം. പരസ്പരം മനസ്സിലുള്ള മാലിന്യങ്ങളെല്ലാം കളഞ്ഞ് പരസ്പരം പങ്കുചേരണം, പങ്കുവെക്കണം. ധാർമ്മികമായി സങ്കല്പങ്ങൾ പങ്കുവെക്കണം. ആ ഒരു മോമെൻറ്റ്സാണ് പിതൃക്കളുടെ സന്തോഷത്തിന് വഴിവെക്കുന്നത്, പിതൃപ്രീതി ഉണ്ടാവുന്നത്. പിതൃപ്രീതി വഴി ദേവതാപ്രീതി ഉണ്ടാവുന്നത്, കുലദേവതാപ്രീതി ഉണ്ടാവുന്നത്. കുലദേവതാപ്രീതി വഴിയാണ് നമുക്ക് സമ്പത്തുണ്ടാകുന്നത്. നിങ്ങൾ കണ്ടു കാണും, ഭദ്രകാളി സ്വരൂപമായിരിക്കുന്ന ദേവിയുടെ ശരീരത്തിൽ തലയോട്ടി എന്തിനാണ്? നമ്മളുടെ പൂർവ്വ പരമ്പരയുടെ പിതൃക്കളുടെ ആ ഒരു സങ്കല്പമാണത്. ദേവിയിൽ ചെന്ന് ചേർന്നിരിക്കുന്ന, ദേവിയിലോട്ട്, ദേവിയുടെ ആത്മശരീരത്തിലേക്ക് ലയിച്ചിരിക്കുന്ന പിതൃക്കളുടെ ആ സങ്കല്പത്തെ ഓർമ്മപ്പെടുത്താനാണ് ഈ തലയോട്ടി കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ പിതൃപരമ്പര കുലദേവതയായിരിക്കുന്ന ഭദ്രകാളിയിലേക്ക് സമർപ്പിക്കപ്പെട്ടു, മോക്ഷപ്രാപ്തി അടഞ്ഞു, മോക്ഷപ്രാപ്തിയുമായിട്ട് ചെന്നു എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ വിഷു ഒത്തുചേരാൻ ആരും മടിക്കണ്ട. ഒത്തുചേർന്നാൽ പിതൃക്കൾ പ്രസാദിക്കും. പിതൃക്കൾ പ്രസാദിച്ചാൽ കുലദേവത പ്രസാദിക്കും. കുലദേവത പ്രസാദിച്ചാൽ സർവവിധ പ്രതിസന്ധികളും തീരും, സർവബന്ധനങ്ങളും തീരും, സാമ്പത്തിക ഭദ്രതയുണ്ടാവും. ഒരു സംശയം വേണ്ട. എല്ലാവർക്കും വിഷു ആശംസകൾ. നന്ദി, നമസ്കാരം.